ഐന് സത്യമാണ്, അത് ഉള്ളതാണ്. വെള്ളിപ്പാടിയിലുണ്ടോ അങ്ങനെ കണ്ണേറുള്ളവരെ പോയി മയ്യത്ത് നിസ്കരിക്കാനാണ് പരിപാടി. അതില്ലാത്തതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലേ. ഏതെങ്കിലും കണ്ണേറുള്ള ആള് പള്ളിയിലൊക്കെ വെറുതെ ഉറങ്ങി കിടക്കും, ബാക്കിൽ പോയിട്ട് അല്ലാഹു അക്ബർ അവസാനത്തെ തക്ബീറും പോലും ഉണരും ചെയ്യും. അത് അത്ഭുതം. അങ്ങനെ മുഴുവൻ നിസ്കരിച്ച ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അപ്പോഴേക്കും മൂപ്പര് ഉണരും, ഇവരൊക്കെ അടിയും കിട്ടും. ജീവിച്ചിരിക്കുന്ന എനിക്ക് മയ്യത്ത് നിസ്കരിക്കുകയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് ആരോ പറഞ്ഞെങ്ങനെയോ വർത്തിച്ചാന്ന് തോന്നുന്നുണ്ട്. അതിന് അസുലില്ലാന്നാ കേൾക്കാറ്. അല്ലാഹു അലഞ്ഞ അസുലെല്ലാം ഉണ്ടെങ്കിൽ തിരുത്തി തരണേ. അങ്ങനെ സംഭവമില്ല. കണ്ണേറുള്ള ആളുകളെ കൊണ്ട് ഒതുവെടുപ്പിക്കും. ഞാൻ സംഭവം പറയാം, ഹദീസ് പറയാം. അവരെ കൊണ്ട് ഒതുവെടുപ്പിച്ചിട്ട് അവരുടെ ഒദൂഇന്റെ വെള്ളം ഒരു പാത്രത്തിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവരോട് കുളിക്കാൻ വേണ്ടി പറയും, ഒരു പാത്രത്തിൽ ഇരുത്തിയിട്ട് കുളിക്കുക. ആ കുളിച്ച വെള്ളം എടുത്ത് കണ്ണേറ് കൊണ്ട ആളെ തെളിക്കുക. അല്ലെങ്കിൽ അവര് കുടിച്ചതിന്റെ വെള്ളം അല്ലെങ്കിൽ ചായയോ പാനീയമോ കുടിച്ചതിന്റെ ബാക്കി കണ്ണേറ് കൊണ്ടവനെ കൊണ്ട് കുടിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ അവരുപയോഗിച്ച വസ്ത്രമോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം തെളിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കണ്ണേറ് കൊണ്ടവർക്ക് ശമനം കിട്ടുമെന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്.